നമസ്കാരം. BBC പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. രാജാധിരാജന്റെ തിരുപ്പിറവിക്ക് നാടൊരുങ്ങി. നക്ഷത്രവിളക്കുകളും പുൽക്കൂടുകളും ഒരുക്കി ക്രൈസ്തവ വിശ്വാസികൾ ഉണ്ണിയേശുവിനെ സ്വീകരിക്കുവാനായി ഒരുങ്ങി. തൊടുപുഴയിൽ നടക്കുന്ന ഒന്നാം ഘട്ട പട്ടയമേളയ്ക്ക് ശേഷം ജില്ലയിലെ പട്ടയ നടപടികൾ വേഗത്തിലാക്കുമെന്ന് DCC പ്രസിഡന്റ് റോയി കെ പോലോസ്. ഡിസംബർ 28-ന് തൊടുപുഴയിൽ നടക്കുന്ന പട്ടയമേള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. ആദിവാസി ബാലികയെ കൂട്ടമാനഭംഗം ചെയ്ത കേസിൽ 5 പേർ അറസ്റ്റിൽ. വെള്ളിയാമറ്റം കോഴിപ്പള്ളിയിൽ വെച്ചാണ് 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആദിവാസി ബാലിക പീഡനത്തിനിരയായത്. മൂന്നാർ തണുത്തു വിറയ്ക്കുന്നു. തണുപ്പ് നുകരാൻ മൂന്നാറിലേക്ക് സഞ്ചാരികളുടെ തിരക്ക്. ഓസ്ട്രേലിയൻ OICCയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ കാരുണ്യത്തിന്റെ കൈക്കുമ്പിൽ നിങ്ങളിലൂടെ എന്ന പദ്ധതി ഉദ്ഘാടനം നടന്നു. മുതലക്കോടം സ്നേഹാലയം അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ മരിയയ്ക്ക് സാമ്പത്തിക സഹായം കൈമാറി മുൻ MLA EM അഗസ്തി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ മണ്ണിലും വിണ്ണിലും മിഴിതീർന്നതോടെ ക്രിസ്മസ് ആഘോഷത്തിനായി നാട് ആഹ്ലാദരമായി. വീടുകളിൽ ഉണ്ണിയേശുവിനെ വരവേൽക്കുന്നതിനായി പുൽക്കൂട് ഒരുക്കുന്ന തിരക്കിലാണ് കുട്ടികളും മുതിർന്നവരും. നക്ഷത്രത്തിളക്കമാണ് എവിടെയും. മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ മണ്ണിലും വിണ്ണിലും മിഴി തുറന്നതോടെ ക്രിസ്മസ് ആഘോഷത്തിനായി നാട് ആഹ്ലാദ ലഹരിയിലാണ്. വീടുകളിൽ ഉണ്ണിയേശുവിനെ വരവേൽക്കുന്നതിനായി പുൽക്കൂട് ഒരുക്കുന്ന തിരക്കിലാണ് കുട്ടികളും മുതിർന്നവരും. പുൽക്കൂട്ടിൽ പിറന്ന യേശുവിനെ സ്വീകരിക്കാനായി നാടൊരുങ്ങിക്കഴിഞ്ഞു. ചൊവ്വാഴ്ച രാത്രി 12-നാണ് ക്രൈസ്തവ ദേവാലയങ്ങളിൽ പിറവിയുടെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. ഇതിനായി ദേവാലയങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. എല്ലാ പള്ളികളിലും ഉണ്ണിയേശുവിന്റെ തിരുസ്വരൂപം വയ്ക്കുന്നതിനായി പുൽക്കൂടും നക്ഷത്രങ്ങളും അലങ്കാരങ്ങളുമെല്ലാം ഒരുക്കി കഴിഞ്ഞു. രാത്രി നടക്കുന്ന ക്രിസ്മസിന്റെ തിരുക്കർമ്മങ്ങൾക്ക് ശേഷം പള്ളികളിൽ കേക്ക് വിതരണവും ക്രിസ്മസ് ട്രീ, കരോൾ ഗാന മത്സരങ്ങളും ക്രിസ്മസ് കരോൾ തുടങ്ങിയവയും നടക്കും. അനുതാപത്തിന്റെ കൂദാശ സ്വീകരിച്ച് വിശ്വാസികളെല്ലാം ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. വീടുകളിലും സ്ഥാപനങ്ങളിലുമെല്ലാം ക്രിസ്മസ് കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവച്ചു. ബന്ധുവീടുകൾ സന്ദർശിച്ചും അയൽക്കാർക്ക് കേക്ക് വിതരണം ചെയ്തും സന്തോഷം പങ്കുവയ്ക്കാനുള്ള അവസരമായാണ് ക്രിസ്മസ് ആഘോഷത്തെ കാണുന്നത്. ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമായി നാടും നഗര വ്യത്യാസവുമില്ലാതെ രാത്രിയിൽ യേശുക്രിസ്തുവിന്റെ തിരുജനനത്തിന്റെ സന്ദേശം അറിയിച്ചുകൊണ്ട് ക്രിസ്മസ് കരോൾ സംഘങ്ങൾ എത്തും. ഉണ്ണി പിറന്നു, ഉണ്ണിയേശു പിറന്നു എന്നു തുടങ്ങുന്ന ക്രിസ്മസ് ഗാനത്തിന്റെയും സാന്താക്ലോസിന്റെയും അകമ്പടിയോടെ വീടുകളിലെത്തുന്ന കരോൾ സംഘങ്ങളെ വരവേൽക്കാൻ മുതിർന്നവർക്കൊപ്പം കൊച്ചുകുട്ടികളും ഉറക്കമുളച്ച് കാത്തിരിക്കും. കരോൾ ഗാനത്തിന്റെയും മേളത്തിന്റെയും എല്ലാം അകമ്പടിയോടെ എത്തുന്ന സംഘത്തിൽ നിന്ന് മിഠായിയും മറ്റും വാങ്ങുന്നതിനായി കുട്ടികൾ മത്സരിക്കും. ക്രിസ്മസ് ആഘോഷം പൊടിപൂരമാക്കുന്നതിന് പടക്കവും പൂത്തിരിയുമെല്ലാം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വിൽപ്പനയ്ക്ക് എത്തിക്കഴിഞ്ഞു. പൂത്തിരി, കമ്പിത്തിരി, മത്താപ്പ്, ചക്രം, മാലപ്പടക്കം, 7 ഷൂട്ട്, റോക്കറ്റ്, കിറ്റ്കാറ്റ്, ഗുണ്ട്, ചൈനീസ് ഐറ്റങ്ങളാണ് കൂടുതലായി വിൽപ്പനയ്ക്ക് എത്തിയിട്ടുള്ളത്. 5 രൂപയിൽ തുടങ്ങി 750 രൂപ വരെ വിലയുള്ള പടക്കങ്ങളാണ് വിപണിയിൽ എത്തിയിരിക്കുന്നത്. മത്സ്യമാംസാദികളുടെ വിൽപ്പനയും തകൃതിയാകും. 1 മാസത്തോളമായി നോമ്പിലായിരുന്ന വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷത്തിനായി ഇവയെല്ലാം കൂടുതലായി വാങ്ങുമ്പോൾ നല്ല കച്ചവടം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികളും. മത്സ്യത്തിനും മാംസത്തിനുമെല്ലാം അനിയന്ത്രിതമായി വില വർദ്ധിക്കുന്നത് സാമ്പത്തിക ക്ലേശം വർദ്ധിക്കുമെന്ന പേടിയും ജനങ്ങൾക്കിടയിലുണ്ട്. എങ്കിലും ആഘോഷം ഗംഭീരമാക്കാനുള്ള ഒരുക്കത്തിലാണ് എല്ലാവരും. കേക്ക്, പടക്കം വിപണികളാണ് കൂടുതൽ സജീവമായിരിക്കുന്നത്. വ്യാപാര സ്ഥാപനങ്ങൾക്കൊപ്പം കുടുംബശ്രീ പ്രവർത്തകരും വഴിയോര കച്ചവടക്കാരും വിപണികൾ സജീവമാക്കുന്നതിന് മുൻപന്തിയിലുണ്ട്. വിവിധ രൂപത്തിലും ഭാവങ്ങളിലുമുള്ള കേക്കുകളാണ് വിപണി കൈയടക്കിയിരിക്കുന്നത്. BBC ന്യൂസ്, തൊടുപുഴ. ക്രിസ്മസിനെ വരവേൽക്കുവാൻ നെടിയശാലയിൽ കൂറ്റൻ പുൽക്കൂട് ഒരുങ്ങി. സിനിമാ താരം ലാലു അലക്സ് ഭീമൻ പുൽക്കൂട് ഉദ്ഘാടനം ചെയ്തു. നെടിയശാല എന്ന് പറയുന്നത് MJ ജേക്കബ് സാറിനും എനിക്കും ഒട്ടും ദൂരമല്ല. കാരണം പിറവമാണ്. ഞാൻ പിറവത്ത് ജനിച്ചു വളർന്നവരാണ്. ഈ നെടിയശാലയിലൂടെ എൻ്റെ ചെറുപ്പ കാലഘട്ടങ്ങൾ പോയിട്ടുണ്ട്. ഞാൻ
അന്ന് നിങ്ങൾക്ക് എൻ്റെ പ്രായമുള്ളവർക്ക് അറിയാം, അന്ന് ഇവിടെ ആകെ 2-3 ബസ്സുകളാണ്. ഒരു രാജൻ ബസ്സാണ് തൊടുപുഴയ്ക്ക് പോകുന്നത്. അന്നേരം എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠയുടെ വീട് തൊടുപുഴയിൽ ഉണ്ടായിരുന്നു. അന്നേരം പിറവത്തുനിന്ന് ഞാൻ സ്കൂൾ വെക്കേഷൻ ടൈമിൽ തൊടുപുഴയ്ക്ക് പോകുന്നത് നെടിയശാല വഴിയാണ്. അന്നേരം അന്ന് മുതലേ എനിക്ക് നെടിയശാല അറിയാം. അന്നേരം ഈ നെടിയശാല ഇപ്പോൾ തിരുമേനി പറഞ്ഞതുപോലെ ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ ആകർഷണ കേന്ദ്രമായി ദൈവം മാറ്റിയിരിക്കുകയാണ്. പല രീതിയിൽ പലതും അറിയപ്പെടുന്നതാകും. പക്ഷേ തിരുമേനി പറഞ്ഞതുപോലെ ബേത്ലഹേം നീ അനുഗ്രഹീതയാണ്, നീ ശ്രേഷ്ഠയാണ് എന്ന് ഹോളി ബൈബിൾ പറഞ്ഞിരിക്കുന്ന തിരുമേനി കോട്ട് ചെയ്തതുപോലെ എനിക്ക് അതിയായ സന്തോഷത്തോടെ എനിക്ക് പറയാൻ പറ്റും, നെടിയശാല തമിഴ്നാട് മാർത്താണ്ഡം സ്വദേശി ബിൽഡിംഗ് കോൺട്രാക്ടർ ശേഖറിന്റെ മേൽനോട്ടത്തിൽ 35-ൽ പരം തൊഴിലാളികൾ ചേർന്നാണ് പുൽക്കൂട് ഒരുക്കിയത്. പൊതുപ്രവർത്തകനായ സാജൻ നെടിയശാലയുടെ നേതൃത്വത്തിലാണ് ഇതിന്റെ നിർമ്മാണം നടന്നത്. നെടിയശാല ജംഗ്ഷനിൽ പൂർണ്ണമായും തെരുവപ്പൂവ് കൊണ്ടും 75-ൽ പരം കവുങ്ങ് ഉപയോഗിച്ചുമാണ് പുൽക്കൂട് ഒരുക്കിയിരിക്കുന്നത്. 45 അടി ഉയരവും 40 അടി നീളവും 35 അടി വീതിയും കൂടിനുണ്ട്. 3 ലക്ഷത്തോളം രൂപ ചെലവ് വന്നിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ കുര്യാക്കോസ് മാർ തിയോഫിലിയസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് ക്രിസ്മസ് സന്ദേശം നൽകി. മണക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS ജേക്കബ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ, ഇടുക്കി ADM PN സന്തോഷ്, തൊടുപുഴ തഹസിൽദാർ ജോയി കുര്യാക്കോസ്, നെടിയശാല പള്ളി വികാരി ഫാദർ ഇമ്മാനുവൽ പീച്ചാട്ട്, അസിസ്റ്റന്റ് വികാരി ഫാദർ ജേക്കബ് വടക്കുംപറമ്പിൽ, ഫാദർ സ്ലീബ പോൾ വട്ടവേലിൽ കോർ എപ്പിസ്കോപ്പ, പുതുപ്പരിയാരം സഹകരണ ബാങ്ക് പ്രസിഡന്റ് റെജി കുന്നങ്കോട്ട്, പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റെനീഷ് മാത്യു, ഗ്രാമപഞ്ചായത്ത് മെമ്പർ മാർട്ടിൻ വേങ്ങയിൽ, സീന ബെന്നി, നെടിയശാല ജോസഫ് മൂലശ്ശേരി, സാജൻ നെടിയശാല തുടങ്ങിയവർ പ്രസംഗിച്ചു. കരിമണ്ണൂർ ഡെവലപ്മെന്റ് സൊസൈറ്റിയും കരിമണ്ണൂർ മെഗാ ഫോട്ടോസും സംയുക്തമായി നടത്തിയ ക്രിസ്മസ് 2013-നോടനുബന്ധിച്ച് ക്രിസ്മസ് പപ്പ മത്സരം നടന്നു. ഹൈസ്കൂൾ കവലിൽ നിന്നും ആരംഭിച്ച പപ്പ മത്സര ഘോഷയാത്ര ടൗൺ ചുറ്റിയ ശേഷം നടന്ന സമ്മേളനം കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം CP രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സോയി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. മെഗാ ജോർജ് സമ്മാന വിതരണം നടത്തി. മെർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് VJ ചെറിയാൻ, രാജു കൊന്നനാൽ, ഐസക് വർഗീസ്, സാവിയ പോൾ, വിപിൻ സ്വാഗത്, UK നിരൺ ഘോഷ്, സോജൻ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. സമ്മേളനാനന്തരം തൊടുപുഴ ഡിവൈൻ ഓർക്കസ്ട്ര ഗാനമേളയും അവതരിപ്പിച്ചു. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി തട്ടക്കുഴ ടൗണിൽ ക്രിസ്മസ് കരോൾ സംഗമം നടന്നു. സെന്റ് ജോൺസ് യാക്കോബായ് സുറിയാനി പള്ളിയിലെ കുടുംബ യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ നടന്ന കരോൾ സംഗമത്തിന് ഫാദർ സ്കറിയ നെരുപ്പുകണ്ടത്തിൽ, ജോസഫ് കുളമാക്കൽ എന്നിവർ നേതൃത്വം നൽകി. സ്വർഗീയരാജ്യത്തിലേക്ക് ആനയിക്കുവാൻ വേണ്ടി ഈ ലോകത്തിൽ എഴുന്നള്ളി വന്ന് ജനസമൂഹത്തോട്, ജനകോടികളോട് യഥാർത്ഥമായ സുവിശേഷം അറിയിക്കുക, അല്ലെങ്കിൽ രക്ഷ നിനക്ക് നേടുവാൻ ചെയ്യണമെന്ന് അറിയിക്കുകയും ചെയ്ത ഒരു മഹാദേഹത്തിൻ്റെ അല്ലെങ്കിൽ ദൈവം തമ്പുരാൻ്റെ ജനനം ആ ദിവസത്തെ ലോകമെമ്പാടും ആഘോഷിക്കുകയാണ്. ഈ ഏതൊരു വീടുകളിലും ഇന്ന്
ക്രിസ്മസിൻ്റേതായ തോരണങ്ങൾ തൂക്കി അതിൻ്റേതായ അലങ്കാരങ്ങൾ ചെയ്തു വരുന്നു. മനുഷ്യജാതിക്ക് ഈ ക്രിസ്മസ് ദിനത്തോടുള്ള ജാതി മതഭേദ NSS തൊടുപുഴ താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് തട്ടക്കുട രവി ക്രിസ്മസ് സന്ദേശം നൽകി. തൊടുപുഴ ബ്രിട്ടീഷ് ഇന്റർനാഷണൽ പ്ലേ സ്കൂളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. മാതാവും ഔസേപിതാവുമായി അണിഞ്ഞൊരുങ്ങിയ കുരുന്നുകൾ കേക്ക് മുറിച്ചു. ക്രിസ്മസ് ആഘോഷങ്ങളോടനുബന്ധിച്ച് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഒരുക്കിയിരുന്നു. ഡിസംബർ 28-ന് തൊടുപുഴയിൽ നടക്കുന്ന ഒന്നാം ഘട്ട പട്ടയമേളയ്ക്ക് ശേഷം ജില്ലയിലെ പട്ടയ നടപടികൾ വേഗത്തിലാക്കുമെന്ന് DCC പ്രസിഡന്റ് റോയി കെ പൗലോസ്. ജില്ലയിലെ അടുത്ത പട്ടയമേള 28-ാം തീയതി രാവിലെ 10 മണിക്ക് തൊടുപുഴ ഹൈസ്കൂളിൽ വെച്ച് ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിൽ വെച്ച് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി ജില്ലയിലെ വിവിധ സംഘടനകൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, കർഷക സംഘടനകൾ എന്നുവേണ്ട വിവിധ വിഭാഗം ജനങ്ങളെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് പത്തുചങ്ങല പ്രദേശത്തും അതുപോലെ ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി പ്രദേശങ്ങളിലും താമസിക്കുന്ന കർഷകർക്ക് പട്ടയം കൊടുക്കണമെന്നുള്ളത്. 4 പതിറ്റാണ്ടിലേറെയായിട്ട് ഈ ആവശ്യം മാറി മാറി വരുന്ന എല്ലാ ഗവൺമെൻറ്റുകൾക്ക് മുമ്പിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കർഷക സംഘടനകളും ഈ വിഷയത്തിൽ താല്പര്യമുള്ള എല്ലാ വിഭാഗം ആളുകളും ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും നാളിതുവരെയും അനുകൂലമായൊരു തീരുമാനം ഒരു ഗവൺമെൻറ്റിൻ്റെയും ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. ആദ്യമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കൊടുത്ത നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2012 മെയ് മാസം 9-ാം തീയതി അദ്ദേഹം ഈ വിഷയം സംബന്ധിച്ച് ഉന്നതതല മീറ്റിംഗ് വിളിക്കുകയും ആ ഉന്നതതല മീറ്റിങ്ങിൽ വെച്ച് ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി പ്രദേശങ്ങളിലെയും അതുപോലെ പത്തുചെയിൻ മേഖലയിലും താമസിക്കുന്ന ഏകദേശം ഒരു 20,000-ഓളം ആളുകൾ വരും. ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി പ്രദേശങ്ങളിൽ 10,000-ലേറെ കുടുംബങ്ങൾ വരും. പത്തുചെയിൻ മേഖലയിലെ 5 പഞ്ചായത്തുകളിലായി ഏകദേശം 8,000-ലേറെ കുടുംബങ്ങൾ വരും. അങ്ങനെ കൃത്യമായ കണക്കുകൾ ഇപ്പോഴും ലഭ്യമായിട്ടില്ലെങ്കിൽ പോലും ഏകദേശം 20,000 കുടുംബങ്ങൾക്കാണ് ഈ 2 മേഖലകളിൽപ്പെട്ട ആളുകൾക്ക് പട്ടയം കൊടുക്കാൻ ഉള്ള തീരുമാനത്തിലൂടെ പ്രയോജനം ലഭിക്കുക. പട്ടയ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായി ഭൂമി പതിവ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ സർക്കാർ എടുത്ത തീരുമാനത്തെ ജനങ്ങൾ പൂർണ്ണ മനസ്സോടെ സ്വാഗതം ചെയ്യും. 1964-ലെ ഭൂപതിവ് ചട്ടങ്ങളിൽ 2005-ലും 2009-ലും ഉണ്ടായ ഭേദഗതികൾ റദ്ദു ചെയ്യുന്നതോടുകൂടി ആയിരക്കണക്കിനായ കർഷകർക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കും. ദേവികുളം, പീരുമേട് താലൂക്കുകളിൽ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് നിർത്തിവെച്ച പട്ടയ നടപടികൾ പുനരാരംഭിക്കണമെന്ന് മുഖ്യമന്ത്രിയോടും റവന്യൂ വകുപ്പ് മന്ത്രിയോടും ആവശ്യപ്പെട്ടിട്ടുള്ളതായും റോയി കെ പൗലോസ് പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ജോൺ നെടിയപാല, KV സിദ്ധാർത്ഥൻ, TJ ജോസഫ്, ചന്ദ്രശേഖരൻ തുടങ്ങിയവരും പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. രാജാധിരാജന്റെ തിരുപ്പിറവിക്ക് നാടൊരുങ്ങി. നക്ഷത്രവിളക്കുകളും പുൽക്കൂടുകളും ഒരുക്കി ക്രൈസ്തവ വിശ്വാസികൾ ഉണ്ണിയേശുവിനെ സ്വീകരിക്കുവാനായി ഒരുങ്ങി. തൊടുപുഴയിൽ നടക്കുന്ന ഒന്നാം ഘട്ട പട്ടയമേളയ്ക്ക് ശേഷം ജില്ലയിലെ പട്ടയ നടപടികൾ വേഗത്തിലാക്കുമെന്ന് DCC പ്രസിഡന്റ് റോയി കെ പൗലോസ്. ഡിസംബർ 28-ന് തൊടുപുഴയിൽ നടക്കുന്ന പട്ടയമേള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. ആദിവാസി ബാലികയെ കൂട്ടമാനഭംഗം ചെയ്ത കേസിൽ 5 പേർ അറസ്റ്റിൽ. വെള്ളിയാമറ്റം കോഴിപ്പള്ളിയിൽ വെച്ചാണ് 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആദിവാസി ബാലിക പീഡനത്തിനിരയായത്.
മൂന്നാർ തണുത്തു വിറയ്ക്കുന്നു. തണുപ്പ് നുകരാൻ മൂന്നാറിലേക്ക് സഞ്ചാരികളുടെ തിരക്ക്. ഓസ്ട്രേലിയൻ OICCയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ കാരുണ്യത്തിന്റെ കൈക്കുമ്പിൽ നിങ്ങളിലൂടെ എന്ന പദ്ധതി ഉദ്ഘാടനം നടന്നു. മുതലക്കോടം സ്നേഹാലയം അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ മരിയയ്ക്ക് സാമ്പത്തിക സഹായം കൈമാറി മുൻ MLA EM അഗസ്തി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. തൊടുപുഴയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ ഇപ്പോൾ ലോകത്തെങ്ങും ലഭിക്കുന്നു. തൊടുപുഴയിലെ ആദ്യത്തെ വെബ് TV ചാനൽ ഇന്ന് തന്നെ സന്ദർശിക്കുക www.bbcnewstodupuഴ.com. തൊടുപുഴയ്ക്ക് സമീപമുള്ള 16 ഗ്രാമപഞ്ചായത്തുകളിലും ഇന്റർനെറ്റിലും ഇപ്പോൾ BBC വാർത്തകൾ ലഭിക്കുന്നു. BBC ന്യൂസ്, തൊടുപുഴയുടെ സ്വന്തം വാർത്താ ചാനൽ. സന്ദർശിക്കുക www.bbcnewstodupuഴ.com.